എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ പറയാൻ പോകുന്ന അനുഭവത്തിൽ ഒരു കുറച്ച് റിസ്ക് എലമെൻ്റ് ഉണ്ട്. റിസ്ക് എലമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ചിലപ്പം പലരും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ സെക്യൂരിറ്റി അവസ്ഥകൾ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. അത് കണ്ണ് തുറപ്പിക്കാനുള്ള ഒരു അനുഭവം ആണ് ഇതിൽ പറയുന്നത്. അത് എല്ലാവരും കേൾക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരിലേക്ക് എത്തിക്കുക. എന്തുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കുറച്ചുകൂടെ ശ്രദ്ധ വേണ്ടേ എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ളത്? എല്ലാവരുടെയും ഒരു കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യം ആവാം ഈ അനുഭവം. എന്തായാലും കേൾക്കാം. ആരാണ് അയച്ചെന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് ഇതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. എന്തായാലും ബബിതയാണ്. ബബിത. യൂട്യൂബിൽ ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നു. ഓരോരുത്തരുടെയും ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്നുണ്ടായിട്ടുള്ള അനുഭവം പറയുമ്പോൾ എനിക്കുണ്ടായ അനുഭവം പറയണമെന്ന് കുറേ വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ അനുഭവം ഇത് വായിക്കുമോ എന്ന് പോലും അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ മനസ്സമാധാനത്തിന് പറയുക കേട്ടോ. സാർ, എൻ്റെ പേര് അബിത. തൃശ്ശൂർ തന്നെയാണ് വീട്. കുറച്ച് വർഷം മുന്നേ നടന്ന സംഭവമാണ്. 19 വയസ്സിൽ എനിക്ക് എൻ്റെ മൂത്ത മകളുണ്ടായി. 2006. മകളുടെ ചോറൂണ് ഗുരുവായൂർ തന്നെയായിരുന്നു. അന്നൊക്കെ ഭഗവാനോട് ആവശ്യങ്ങൾ മാത്രം പ്രാർത്ഥിച്ചിരുന്ന നല്ല വിശ്വാസമാണ് എനിക്ക് അന്നുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറയുമ്പോൾ ആർക്കും ഒന്നും ഒരു ഫീലും ഇല്ല. എൻ്റെ അച്ഛൻ കുക്കാണ്. അച്ഛന് ഏതോ ഒരു സുഹൃത്ത് ഒരു കത്തി കൊടുത്തു കേട്ടോ. അത് കണ്ടാൽ പേടി തോന്നും. അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം കട്ടിംഗ് ഒക്കെ ആയിട്ട് വടക്ക് നോക്കി യന്ത്രമൊക്കെ പിടിപ്പിച്ചിട്ടുള്ളതാണ്. കൂടുതലും ക്രിമിനൽസിൻ്റെ കയ്യിലൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. നല്ല നീളമുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയ്ക്കും എനിക്കും കാണിച്ചു തന്നു. അച്ഛൻ അത് എടുത്തു വെക്കാൻ പറഞ്ഞു. ഞാൻ അത് കൊണ്ടുവച്ചത് എൻ്റെ ബാഗിൽ. ആ ബാഗ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അന്ന് ഗുരുവായൂർ വന്നപ്പോൾ കൊച്ചിൻ്റെ സാധനങ്ങൾ വെക്കാൻ വലിയ ബാഗ് വേണം. ഈ കത്തി വെച്ചത് ഓർമ്മയില്ലാതെ ഞാൻ ആ ബാഗ് കൊണ്ടാണ് ഗുരുവായൂർ വന്നത്. പോലീസ് ചെക്കിംഗ് ചെയ്താണ് അകത്തേക്ക് എന്നെ കയറ്റി വിട്ടത്. ബാഗ് തുറന്നു നോക്കി, അമർത്ത് നോക്കി. ഉണ്ണിയുടെ ടർക്കി പാൽക്കുപ്പി മാത്രമാണ് കണ്ടത്. എന്നെ അവർ മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് നോക്കി അകത്തേക്ക് വിട്ടത്. മോൾക്ക് ചോറ് കൊടുത്തു. വഴിപാടൊക്കെ കഴിഞ്ഞു. പുറത്തു വന്നിട്ട് പാൽക്കുപ്പി എടുക്കാൻ ബാഗിൽ കൈവച്ചതും ഈ കത്തിയാണ് കയ്യിൽ കിട്ടിയത്. സത്യം, അന്ന് ഭഗവാൻ എന്നെ സഹായിച്ചത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അത് ബാഗ് ചെക്ക് ചെയ്യുന്ന ടൈം കിട്ടിയാൽ ഞാൻ എന്താ പറയുക? പോലീസുകാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ എന്താ പറയുക? ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു പേടി തോന്നും. ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്. ഓർമ്മയില്ലാണ്ട് വന്ന തെറ്റാ. അതിൽ നിന്ന് ഭഗവാൻ എന്നെ കാത്തു. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇപ്പോൾ അടുത്ത് ഞാൻ ഗുരുവായൂർ വന്നത് എൻ്റെ മൂത്ത മോളെയും ഭർത്താവിനെയും രണ്ടാമത്തെ മകളെയും കൊണ്ട്. മൂത്ത മകള് ഗർഭിണിയാണ്. 6 മാസം. ഭഗവാനെ കണ്ണ് നിറച്ചു കണ്ടു തൊഴാനും സാധിച്ചു. അതിന് തന്നെ ഭഗവാനോട് ഒരു നന്ദി പറയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ കത്തിയായിട്ട് ഉള്ളിൽ കയറേണ്ടി വന്ന ഒരവസ്ഥ തീർച്ചയായും അറിയാതെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിലാണ് ചിലപ്പോൾ നമ്മൾ പിടിക്കപ്പെടുക. നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ പിടിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. പക്ഷേ ഇത് ഗുരുവായൂരായതുകൊണ്ട് ഭഗവാനോട് അറിയാതെ ചെയ്ത ഒരു തെറ്റായതുകൊണ്ട് ഭഗവാൻ അത് മെല്ലെ അങ്ങനെ കണ്ണടച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. ഭഗവാനെ കൊണ്ട് അതൊക്കെ സാധിക്കൂലേ? നമ്മുടെ ചെറിയ അറിയാത്ത തെറ്റുകളൊക്കെ ഭഗവാൻ ക്ഷമിച്ചോളും. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേട്ടപ്പോൾ അത് തന്നെയാണ്. അത്രയും മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടന്നു പോകുമ്പോൾ ഇതൊക്കെ ബീപ്പ് സൗണ്ടുകളൊക്കെ വരേണ്ടതാണ്, അവർക്ക് മനസ്സിലാവേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. പലപ്പോഴും സുരക്ഷ, നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ കൂടുതൽ പ്രൊട്ടക്ഷനെ പറ്റിയൊക്കെ ആലോചിക്കുകയുള്ളൂ അല്ലേ. അപ്പം ഗുരുവായൂർ പോലുള്ളൊരു ക്ഷേത്രത്തിലൊക്കെ അത്തരം കാര്യങ്ങളിൽ കുറേ കൂടെ ശ്രദ്ധ അത്യാവശ്യമാണ്. അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 100% ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇതൊരു അനുഭവം മാത്രമല്ല, ഒരു കണ്ണു തുറപ്പിക്കലാണ്. ഇത് അധികാരികൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും ഇപ്പോഴത്തെ സുരക്ഷാ സംവിധാനമൊക്കെ കുറ്റമറ്റത് തന്നെയാണ്. അതിലൊന്നും പറയാനില്ല. പോലീസുകാരായാലും എല്ലാ സെക്യൂരിറ്റി വിങ്ങായാലും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ചില ലൂപ്പ് ഹോൾസ് എല്ലാ ഭാഗത്തും ഉണ്ടാവില്ലേ. അപ്പോൾ അത് അടച്ചുകൊണ്ട് പഴുതടച്ച സുരക്ഷ എന്ന് പറയുന്നത് അവിടെയാണ്. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. ഒന്നും പറയാനില്ല. ഈ അനുഭവം അയച്ചു തന്ന അമ്മയ്ക്ക് നന്ദി പറയാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ വേണ്ടിയുള്ള അനുഭവങ്ങളായിരിക്കും. എല്ലാവരിലേക്കും എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. പിന്നെ കുറേ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പിലൊക്കെ.